ഹെലികോപ്റ്റർ പോകട്ടെ, ട്രെയിനിന് പോകാൻ പോലും കാശില്ലാതെയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 7 വർഷം മുമ്പുള്ള ഒരു കേസിൽ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് മുന്നിൽ. ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമാവുകയാണ്. സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, CPM വക്താവ് എ സമ്പത്ത്, BJP വക്താവ് ഉല്ലാസ് ബാബു. ആദ്യം അനിൽ ബോസിലേക്ക്. അനിൽ, ഇന്ന് ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും വന്നിരുന്നാണ് ഇത് സംസാരിക്കുന്നത്. സോണിയാഗാന്ധിയൊക്കെ വളരെ കാലത്തിന് ശേഷമാണ് മാധ്യമങ്ങളെ കാണുന്നത്. അത്രമാത്രം ഗ്രേവ് സിറ്റുവേഷൻ ആണോ നിങ്ങൾക്ക്? തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയും പോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ശക്തികളുടെ പ്രവർത്തനങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഗവൺമെൻറ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവർ സൃഷ്ടിക്കുന്ന ഒരു നരേറ്റീവ് അജിംസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടും. ഞാൻ പല മാധ്യമങ്ങളും ശ്രദ്ധിക്കുകയുണ്ടായി. BJP 400 സീറ്റ് തികയ്ക്കുമോ, പ്രതിപക്ഷം ചുവട് വയ്ക്കുമോ, പിടിച്ചു നിൽക്കുമോ? ഇതാണ് സൃഷ്ടിക്കുന്ന നരേറ്റീവ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജസ്ഥാനിൽ എത്ര സീറ്റുണ്ട് ലോക്സഭയിലേക്ക്? മുഴുവൻ സീറ്റും BJPയുടെ കയ്യിലാണ്. അതിന് മുകളിൽ ഇനി അവർക്ക് സീറ്റൊന്നും കിട്ടാനില്ല. മധ്യപ്രദേശിൽ 29 സീറ്റുള്ളിൽ ഒരെണ്ണമേ കോൺഗ്രസിൻ്റെ കയ്യിലുള്ളൂ. ഇനി അവർക്ക് അതിൽ കൂടുതലൊന്നും അവിടെ കിട്ടാനില്ല. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, UP യിൽ കിട്ടിയതിൽ കൂടുതലൊന്നും അവർക്ക് കിട്ടാനില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന എന്താണ് എന്ന യാഥാർത്ഥ്യ ബോധ്യം BJPക്കും NDAക്കും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കുമുണ്ട്. ആ തോന്നലിൽ നിന്നാണ് എതിർ ശക്തികൾക്ക് യാത്രാ സൗകര്യം പോലും നിഷേധിക്കാൻ, അവരുടെ ദൈനംദിന ചെലവ്, ഒരു ഓഫീസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ചിലവ് വേണ്ടേ? അപ്പോൾ ആ ചെലവ് പോലും നിഷേധിക്കുന്ന ജനാധിപത്യത്തെ തന്നെ, അതാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ച വാക്ക്, ജനാധിപത്യത്തെ തന്നെ മരവിപ്പിക്കുന്ന, ഫ്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യം, അക്കൗണ്ട് മാത്രമല്ല, ആ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ NDA സഖ്യം, ആ NDA സഖ്യത്തിനുള്ളത് 303 സീറ്റാണ്. ആ 303 സീറ്റ് എന്ന് പറയുന്നത് കുറയ്ക്കാൻ കർണാടകയിലെ, തെലുങ്കാനയിലെ, മഹാരാഷ്ട്രയിലെ മാത്രം സീറ്റുകളുടെ വർധന കൊണ്ട് ഞങ്ങൾക്കത് കുറച്ച് NDAയെ പുറകോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇന്ത്യ സഖ്യത്തിന് തിരിച്ചു വരാൻ കഴിയും. ഇവർക്ക് കിട്ടാവുന്ന മേഖലയിൽ നിന്ന് മുഴുവൻ സീറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവർക്ക് സീറ്റ് ആർജിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് പാലക്കാടും പത്തനംതിട്ടയിലും രാമേശ്വരത്തുമൊക്കെ കിടന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് കറങ്ങി നോക്കുന്നത്. റാഗി പറക്കുന്ന ചെമ്പരുന്ത് എന്ന് പറഞ്ഞ പോലെ ഒന്ന് പറക്കാമെന്നല്ലാതെ അതിനപ്പുറം ഒരു കാര്യവും നേടാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ പാർട്ടിക്കോ കഴിയില്ല. ഇന്ത്യ സഖ്യം അതിശക്തമായി തിരിച്ചു വരും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പമുള്ള ഇപ്പോൾ തന്നെ ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നു. എന്തിനാണ് ഡൽഹിയിലടക്കം, ഹരിയാനയിലടക്കം, ഗുജറാത്തിലടക്കം ഞങ്ങളൊരു സഖ്യമുണ്ടാക്കിപ്പോയി. അതല്ലാതെ എന്ത് തെറ്റാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ, അതുമല്ല ഒരു പുതിയ തലമുറ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന അരവിന്ദ് കെജ്രിവാൾ ചെയ്ത തെറ്റെന്താണ്? അപ്പം ഓരോ ഘട്ടങ്ങളിൽ പ്രതിപക്ഷത്തെ, കോൺഗ്രസിനെ മാത്രമല്ല എല്ലാവരെയും വരിഞ്ഞു കെട്ടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ആ ശ്രമത്തിനെതിരെ വളരെ കൃത്യമായ ഇടപെടൽ വേണം. ഞങ്ങളുടെ പണം മരവിപ്പിച്ചതുകൊണ്ടോ ഞങ്ങളുടെ പ്രവർത്തനം തടഞ്ഞു വെൽക്കും എന്ന് പറഞ്ഞ ഭീഷണി മുഴക്കിയതുകൊണ്ടോ ഒന്നും ഇന്ത്യൻ ജനാധിപത്യത്തെ ഇവർക്ക് മരവിപ്പിക്കാൻ കഴിയില്ല, ഫ്രീസ് ചെയ്യാൻ കഴിയില്ല. കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഇടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപാകതകളും അപജയങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരവിൻ്റെ പാതയിലാണ്. അത് തിരിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷേ ഇത് രാജ്യവും ലോകവും നോക്കിക്കാണുകയാണ്. ഒരു ഗവൺമെൻറ് എത്രത്തോളം അധപ്പതിക്കാൻ കഴിയും ഒരു ഗവൺമെൻറ്റിന്. ഒരു പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ആ കസേരയുടെ പദവികളെ എത്രത്തോളം, നാടൻ ഭാഷയിലല്ല കുറച്ച് കടത്തി പറഞ്ഞാൽ എത്രത്തോളം വ്യഭിചരിക്കാം എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ പറയുന്ന രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായ പൊതുവികാരം ഉയർന്നു വരും. അത് ഈ 2024 രാജ്യം കൃത്യമായി ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ഉല്ലാസ് ബാബു, ഈ തെരഞ്ഞെടുപ്പ് വലിയ ചെലവേറിയ പരിപാടിയാണ്. അതുകൊണ്ട് 1 നേഷൻ 1 ഇലക്ഷനൊക്കെ വേണമെന്നുള്ളതാണ് BJPയുടെ ആവശ്യം. ഈ തെരഞ്ഞെടുപ്പ് തന്നെ എന്തിനാണ്? പ്രതിപക്ഷമില്ലെങ്കിൽ, പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ മഹാമഹം കോടികൾ മുടക്കി നടത്തുന്നത് എന്തിനാണ്? ഞാന് സൂമിലാണ് കയറിയിരിക്കുന്നത്. അങ്ങ് ആങ്കറുടെ പേര് എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിഷാദാണോ അതോ അജിംസാണോ? അജിംസ് ഭായ്, ഇതിനകത്ത് നമ്മളൊരു നാടൻ ശൈലിയിൽ പറയുകയാണെങ്കിൽ ഇത് വെറുതെ കിട്ടാത്ത സംഭവങ്ങൾ ജയിക്കില്ല എന്നറിയുന്ന സമയത്ത് വെറുതെ കരഞ്ഞിട്ടൊരു കാര്യമില്ല. ഇത് വളരെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് അത് ആദ്യം പഠിക്കണം. നിങ്ങൾ നോക്കൂ,
ഒരു പൊളിറ്റിക്കൽ പാർട്ടി 29A പ്രകാരം, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 29A പ്രകാരം ഒരു പൊളിറ്റിക്കൽ പാർട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊളിറ്റിക്കൽ പാർട്ടിയെ എവിടെ നിന്നൊക്കെയാണ് ഇൻകം ടാക്സിൽ നിന്ന് എക്സംഷൻ ഉണ്ടാകേണ്ടത്? സെക്ഷൻ 13A ഇൻകം ടാക്സ് ഒഴിവ് കിട്ടണമെങ്കിൽ എന്താ? സെക്ഷൻ 139 ക്ലോസ് 4B അനുസരിച്ചുള്ള റിട്ടേൺ ഫയൽ ചെയ്യണം. അതോടൊപ്പം അതിന്റെ അനുബന്ധ രേഖകളും കൊടുക്കണം. ഈ അനുബന്ധ രേഖകൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എന്തെല്ലാം അനുബന്ധ രേഖകൾ കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വളരെ വ്യക്തമായ രീതിയിലിരിക്കെ 2018-ലും 2019-ലും കോൺഗ്രസ് ആ അനുബന്ധ രേഖ കൊടുത്തിട്ടില്ല. അവർ ഒരു കാരണവശാലും ഫയൽ ചെയ്തിട്ടില്ല. 20,000-മോ അതിന്റെ മുകളിലേക്കുള്ള കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്നിരിക്കെ ഇത്യാദി കാര്യങ്ങളൊന്നും ബുക്ക് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് 44A പ്രകാരമുള്ള ബുക്ക് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ഉല്ലാസ്, ഒരു സംശയം, 199 കോടി രൂപയുടെ അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ 14.8 ലക്ഷം രൂപയെ കുറിച്ചാണ് IT ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ഷേപം. അതായത് അവരുടെ കൈവശമുള്ള തുകയുടെ 0.07%. അതാണ് അക്കൗണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞാൻ അക്കൗണ്ട് ഇൻകം ടാക്സ് ഒക്കെ കൊടുത്തില്ല, ഡീറ്റെയിൽസ് കൊടുത്തില്ല, എനിക്ക് ഫൈൻ വന്നു 7,000 രൂപ. ഇവർക്ക് ഈ 0.07% കണക്ക് കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ 106% ഫൈനാണ്. 106%. ഇതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതല്ല, നോക്കൂ, ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫൈനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ളതും നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് അജിംസിന് വളരെ കൃത്യമായിട്ട് അറിയാം. 2021 ഇവർക്ക് ടോട്ടലായിട്ടുണ്ടായിരുന്ന അടയ്ക്കാനുണ്ടായിരുന്ന ക്ലെയിമിന്റെ 20% അടച്ച് ക്ലെയിം കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഇവർക്ക് ചെയ്യാമെന്നിരിക്കെ പോലും ഇവർ ആ 2021 അത് അടച്ചിട്ടില്ല. ഇവരുടെ കാര്യങ്ങൾ എല്ലാ പൈസയും ഇവിടെ ചെയ്തിട്ടില്ലല്ലോ. 2018-ലും 2019-ലും ഇവർക്ക് എന്താണ്? ഇവർ നാഷണൽ പാർട്ടിയല്ലേ? ഒരു നാഷണൽ പാർട്ടിക്ക് അതിന്റെ ട്രഷറർ സംവിധാനം ഇല്ലേ? ആ ട്രഷറർ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ അവരുടെ കയ്യിൽ വന്നിട്ടുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ചും മറ്റ് വിവിധ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ പൈസകളെ കുറിച്ചും അവരുടെ ബിൽഡിങ്ങുകളിൽ നിന്ന് കിട്ടുന്ന റെന്റിനെ കുറിച്ചൊക്കെ വ്യക്തമായ ബോധ്യമുള്ള ഒരു ബുക്ക് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമല്ലേ ഇവരുടേത്? ആ രാഷ്ട്രീയ സംവിധാനം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, എക്സംഷൻ കിട്ടേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ അവർ അത് ചെയ്യണ്ട എന്ന് കരുതി, അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ സംഘടനാ സിസ്റ്റം വ്യക്തമായിട്ട് പ്രോപ്പറായിട്ട് പ്രൊഫഷണലി അത് മെയിൻറ്റെയിൻ ചെയ്യാതെ അവർ വരുത്തി തീർത്തൊരു പ്രയാസത്തിന് ഒരു മിസ്റ്റേക്ക് വരുത്തി. 7 വർഷം ഈ IT ഡിപ്പാർട്ട്മെന്റ് എന്തെടുക്കുകയായിരുന്നു? 7 വർഷം എടുക്കുമോ ഇവർക്ക് ഒരു നോട്ടീസ് കൊടുക്കാനും അക്കൗണ്ട് മരവിപ്പിക്കാനും? നമുക്കൊന്നും ആ എക്സെപ്ഷൻ, സാധാരണ പൗരന്മാരായ നമുക്ക് ആ എക്സെപ്ഷൻ കിട്ടാറില്ല. 7 വർഷം മാത്രമല്ല, വേറൊരു കാര്യം കൂടി അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്താം. 1991-92 കാലത്ത് സീതാറാം കേസരി കോൺഗ്രസ് ട്രഷറർ ആയിരുന്ന കാലത്ത് എന്തോ ഒരു അനോമലി ചൂണ്ടിക്കാട്ടിപ്പോൾ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് 37 വർഷം മുമ്പുള്ളത്. സ്വാഭാവികമായിട്ട് എന്റെ അജിംസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതൊരു ചർച്ചയിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ JP നഡ്ഡാജി പോയിട്ട് നാളെ കാലത്ത് മുതൽ കോൺഗ്രസ്സുകാരെ നിങ്ങളൊരു കാശും അക്കൗണ്ടിൽ നിന്ന് എടുക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് താക്കോല് കൊടുത്ത് പോകുന്ന പോലെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയ സംഘടനയെ അനാവശ്യമായ ഒരു വിഷയത്തിലേക്ക് BJP പൊളിറ്റിക്സിനെ വലിച്ചിഴക്കിച്ചതുകൊണ്ടാണ് ഈ കാര്യത്തിൽ BJP കൃത്യമായി മറുപടി പറയുന്നത്. BJP എന്താണ് പറയുന്നത്? IT ഡിപ്പാർട്ട്മെന്റ് അതൊരു സിസ്റ്റമാണല്ലോ ഇന്ത്യ മഹാരാജ്യത്ത്. ആ സിസ്റ്റം അവർ മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളും യഥാവിധി പരിപൂർത്തീകരിച്ചു പോകുന്ന ഒരു സിസ്റ്റം തന്നെയാണ് മറ്റ് രാഷ്ട്രീയ സംഘടനകൾ. ആ രാഷ്ട്രീയ സംഘടനകൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോരുന്നു. കോൺഗ്രസ് അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. IT സിസ്റ്റം അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇവർക്ക് ഈ പറഞ്ഞ ഇന്ന് ഇവർ ഉന്നയിച്ച വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടനയെയോ ഇന്ത്യയുടെ ജനാധിപത്യത്തെയോ ഒന്നും അല്ല ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്തതിന്, നിങ്ങൾ ഉണ്ടാക്കി തീർത്ത പ്രശ്നത്തിന് ഇന്ത്യയുടെ ജനാധിപത്യം തകർന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇവരുടെ സാമ്പത്തികമല്ല സർ തകർന്നിട്ടുള്ളത്. ഇവരുടെ ജനാധിപത്യ മൂല്യബോധമുള്ള ഇന്റലക്ച്വൽസിന്റെ കുറവും ജനാധിപത്യ മൂല്യബോധമുള്ള പ്രവർത്തകരുടെ കുറവും അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് സംഭവിച്ചതിന് BJPയുടെ നെഞ്ചത്ത് കയറിയിട്ട് എന്താ കാര്യം? ഇത് തോൽക്കുമെന്ന് ഉറപ്പ് വന്ന സമയത്ത് ഈ നെഞ്ചത്തടി നെല്ലോടി ഇങ്ങനെ നടക്കും. ഇതൊന്നുമല്ല വേണ്ടത്. നിങ്ങൾ വികസനത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. ഇപ്പൊ നെഞ്ചത്തടി നെല്ലോളിലേക്ക് ബസ്സിൽ പോകാൻ സമയത്ത് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ കാശില്ലെന്നേ ഉല്ലാസ്, ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ കാശില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്.
രാഹുൽ ഗാന്ധി ഈ വക ഉടായിപ്പും തട്ടിപ്പും എത്ര കാലമായി പറഞ്ഞു തുടങ്ങിയിട്ട് നാടൻ ഭാഷയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പണ്ട് അജിംസിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അജിംസ് ഒക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുന്ന ആളാണ്. പണ്ട് നോട്ട് നിരോധനം വന്ന സമയത്ത് പാന്റിന്റെ ടൗസറിന്റെ കഷ്ണം കെട്ടിയത് കളഞ്ഞിട്ട് അയ്യോ 2000 രൂപ കൊടുക്കാൻ പോലും ഇല്ലാത്തൊരു ഗതികേട് അവസ്ഥ പറഞ്ഞ് പിന്നത്തെ മാസം വിദേശത്ത് പര്യടനത്തിന് പോയി അഭ്യാസം കളിച്ച രാഹുൽ ഗാന്ധി അല്ലേ ഇപ്പൊ പറഞ്ഞേ എനിക്ക് വണ്ടിക്കൂലി ഇല്ലാത്തതല്ല പ്രശ്നം. നരേന്ദ്രമോദി സർക്കാരിനെയോ നരേന്ദ്രമോദിയെയോ BJP വെക്കുന്ന രാഷ്ട്രീയത്തെയോ വികസനത്തെയോ കൈകാര്യം ചെയ്യാനും അവർക്ക് നേരെ രംഗത്ത് വന്ന് അതിനപ്പുറത്തേക്കുള്ള ചിന്താഗതി ഞങ്ങൾക്കുണ്ട് എന്നും പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കയ്യിൽ കുന്ത്രാപ്പില്ല എന്ന് പറയും ഞങ്ങളുടെ നാടൻ തൃശ്ശൂർ ഭാഷയില്. അതില്ലാത്തതിന്റെ പേരിൽ പൈസ ഉണ്ടെന്നാണ് ഉല്ലാസിന്റെ വാദം. നോക്കൂ, കോൺഗ്രസിൽ പൈസ ഉണ്ട് എന്നാണ് ഉല്ലാസിന്റെ വാദം. ഓക്കെ, അവർ വെറുതെ പറയുന്നത്. നോക്കൂ, ഇലക്ട്രൽ ബോണ്ട് വഴി 6500 കോടി രൂപ കിട്ടി BJPക്ക്. ഇവർക്ക് കിട്ടിയത് 1000 കോടിയിൽ താഴെ മാത്രമാണ്. ഓക്കെ, അപ്പോൾ തന്നെ 6 ഇരട്ടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. 6-7 ഇരട്ടി നിങ്ങളുടെ കയ്യിലുണ്ട് പണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ BJP ഇന്ത്യയിൽ ഒട്ടാകെ ചെലവഴിച്ച മൊത്തം തുക, തെരഞ്ഞെടുപ്പ് തുക, കമ്മീഷൻ കൊടുത്തതല്ല, അല്ലാതെയുള്ള അനൌദ്യോഗിക കണക്ക് പ്രകാരമുള്ള തുക 27,000 കോടി രൂപയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. അപ്പൊ ഇവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഇവരുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ള എന്താണ് തെളിവ്? നിങ്ങൾക്ക് അറിയാമോ ഇവരിൽ കാശുണ്ടെന്നുള്ളത്? അനൌദ്യോഗിക കണക്ക് അജിംസിനോട് കിട്ടിയത് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിന്റെ സർവേ ആണ്. സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് അതിന്റെ സർവേ ആണ്. 27,000 കോടിയാണ് നിങ്ങൾ ചെലവാക്കിയത്. BJP പറഞ്ഞിരുന്നത് ഞങ്ങൾ 27,000 കോടി ചെലവാക്കി. നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന കാശാണോ നിങ്ങൾ ചെലവാക്കുന്നത് ഒരു ഇലക്ഷനിൽ? നിങ്ങൾ ഒരു മണ്ഡലത്തിൽ ഒന്നും വേണ്ട, 400 കോടി കള്ളപ്പണം കേരളത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. 400 കോടി കേരളത്തിലേക്ക് മാത്രം, ഒരു സീറ്റ് പോലും ജയിക്കാത്ത. പറയുന്നവരോട് ചോദിക്കുക, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. പറയുന്നവരോട് ചോദിക്കുക, 400 കോടി കള്ളപ്പണം കിട്ടി എന്നാണ് പറയുന്നത്. ആ അജിംസിന്റെ സൂത്രമൊക്കെ എനിക്ക് മനസ്സിലാവും. അജിംസ് പറഞ്ഞവരോട് എന്നാണ് പറയുന്നത്. ആ പറഞ്ഞത് ആരാച്ചാ അവരോട് പോയി. അല്ല, ഈ കോൺഗ്രസിന്റെ കാശിന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അവരുടെ കയ്യിൽ കാശില്ലാന്ന് അവർ പറയുന്നു. അവരുടെ കയ്യിൽ കാശില്ലാന്ന് അവർ പറയുന്നു. അവരുടെ കാശില്ലെന്ന് നിങ്ങൾ പറയുന്നു. അവരുടെ കയ്യിൽ കാശുണ്ടോ കാശില്ലേ എന്നുള്ളത് നോക്കേണ്ട ബാധ്യത BJPക്ക് ഇല്ലെന്നാ പറഞ്ഞത്. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവർ തന്നെ സ്വയം പ്രഖ്യാപിച്ച് അവർ തന്നെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് മുന്നോട്ട് വെക്കുന്ന വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യാതെ വണ്ടിക്കൂലിക്ക് കാശില്ല എന്നും പറഞ്ഞിട്ട് നെഞ്ചത്തടിയും നിലവിളി നടത്തുന്ന രാഷ്ട്രീയ അധപതനത്തിലേക്ക് അവരുടെ പ്രവൃത്തി വന്നു എന്നാണ് അജിംസെ പറഞ്ഞത്. അതിലെന്താ തെറ്റുള്ളത്? അജിംസ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കി സ്വന്തം അജണ്ട മാറ്റി വെച്ച് ഇതിനെ ചർച്ച ചെയ്താൽ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞതിന് ഒരു കോമഡി ആയിട്ട് കാണാൻ പറ്റുള്ളൂ. വണ്ടിക്കൂലിക്ക് കാശില്ലാത്തവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന രീതിയിലേക്ക് സാധാരണക്കാരൻ എങ്ങാനും ചിന്തിച്ചുവെങ്കിൽ അതിലേക്ക് ഒരു ഗുണം കിട്ടുമോ എന്ന് നെഞ്ചത്തടിയും നെലോടിയും സിമ്പതിയും വർക്കൗട്ട് ചെയ്യാൻ കാണിക്കുന്ന രാഷ്ട്രീയ ഗിമ്മിക്കായിട്ടല്ലേ അജിംസ് ഇതിനെ കാണാൻ പറ്റുള്ളൂ. കയ്യിൽ കാശില്ല എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ കാണാം. ഉല്ലാസ്, എന്റെ കയ്യിൽ വണ്ടിക്കൂലി കാശില്ല എന്ന് പറയുന്നത് നോക്കൂ. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ ചായക്കടക്കാരനാണ്, എന്റെ കയ്യിൽ കാശില്ല, ഞാൻ ദരിദ്രനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇലക്ഷൻ നേരിട്ടത്. ഒരു കാര്യം. പക്ഷേ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ അഹമ്മദാബാദ് ഡൽഹിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ അദാനിയുടെ ഫ്ലൈറ്റ് വന്നിരുന്നു. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ആരും ഉണ്ടാവില്ല. അയ്യോ, വലിയ വിഷമമായിട്ടോ ജിംസേ. രാഹുൽ ഗാന്ധിക്ക് വണ്ടിക്കൂലിക്ക് പൈസയില്ല. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന് രാഷ്ട്രീയത്തിൽ പൈസയില്ല. ഇലക്ട്രൽ ബോണ്ടില് ജയിച്ച MP-മാരുടെയും MLA-മാരുടെയും ഭരിക്കുന്ന വിഭാഗത്തിന്റെയും റേഷ്യോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് കിട്ടിയ സംഖ്യ ചെറുതായി പോയി. എന്തെല്ലാം അഭ്യാസങ്ങൾ നിങ്ങൾ കളിക്കും. ഇനി എന്തെല്ലാം 10-30 ദിവസം നമ്മൾ കാണാൻ കിടക്കുന്നു. എന്റെ പൊന്നു അജിംസെ, നിങ്ങൾ പറ്റുമെങ്കിൽ ആ അനിൽ ബോസ് പറഞ്ഞൊരു ഭാഷയുണ്ട്, ആ ഭാഷ മറുപടി പറയാൻ എനിക്ക് അറിയാത്തതൊന്നല്ല അജിംസെ. ഞാൻ പിന്നെ ആ ഭാഷയ്ക്ക് മറുപടി ആ ശൈലിയിൽ പറയാ ഞാൻ ഈ ബോസിനൊക്കെ പൊട്ടേ പോവില്ലേ. അതുകൊണ്ടാ അവരോട് പറയേണ്ടത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്ത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്ത് വികസനം ചർച്ച ചെയ്ത് നിങ്ങൾ വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്നൊന്ന് പറയാൻ പറ. അതിന്റെ അപ്പുറത്തേക്കും 10 തലമുറ അപ്പുറത്തേക്കും ചിന്തിച്ച് പ്രവർത്തിച്ച് കൃത്യമായ മാറ്റം കൂട്ടമായി കോൺഗ്രസ് അധപതിക്കുന്നു. രാഹുൽ ഗാന്ധി പറയുന്നത് ട്രെയിനിന് പോലും കാശില്ല എന്നാണ് പറയുന്നത്. ഉല്ലാസ് പറയുന്ന അതൊക്കെ വെറുതെ അടവാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി എന്താണ്? അജിംസെ, BJPയുടെ നേതാക്കളും പ്രതിനിധികളും അവർ പറയുന്നത് മാത്രമാണ് ശരി. നട്ടാൽ കുറുക്കാത്ത നുണ പറയുന്നത് തങ്ങളുടെ മൗലികാവകാശമാണ് എന്ന് സങ്കല്പിച്ച് ധരിച്ചിട്ടുള്ളവർ അത് ചോദ്യം ചെയ്യുന്നവരെ ദേശവിരുദ്ധരും രാജ്യവിരുദ്ധരുമൊക്കെയായി മുദ്ര കുത്തുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ
അജിംസിന് നല്ല ഓർമ്മയുണ്ടാവും. നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് ഏതാണ്ട് 2 വർഷത്തിന് മുമ്പ് മീഡിയ വണ്ണിൻ്റെ സംപ്രേഷണം 2 ദിവസം രാത്രിയും പകലും നിരോധിക്കപ്പെട്ട സംഭവം. മീഡിയ വൺ എന്ന് മാപ്പെഴുതി കൊടുത്തിട്ടല്ല, നിയമ പോരാട്ടം നടത്തിയിട്ടാണ് മീഡിയ വണ്ണിന് ആ അവകാശം തിരിച്ചു കിട്ടിയത്. ആ അവകാശം എന്നത് ബോധപൂർവം ഞാൻ ഉപയോഗിച്ചതാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(a)യിൽ അനുശാസിക്കുന്നതും ഈ മീഡിയ വൺ നടത്തിയതായ നിയമ പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്. സുപ്രീം കോടതി പറയുകയുണ്ടായി, നിങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞത്, ഇക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്, ദി സ്റ്റേറ്റ് യൂസിങ് പ്ലീ ഓഫ് ഇൻവേർട്ടഡ് കോമേഴ്സ് നാഷണൽ സെക്യൂരിറ്റി ടു ഡിനൈ സിറ്റിസൻസ് റൈറ്റ്സ്, പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് വേണ്ടി ഭരണകൂടം ഇത്തരത്തിൽ ദേശീയ സുരക്ഷിതത്വം എന്ന് പറയും, ദേശീയ സുരക്ഷ എന്ന് പറയുന്നു എന്ന്. മീഡിയ വണ്ണിനെ പോലെ തന്നെ മറ്റു ചില മാധ്യമങ്ങൾക്ക്, മറ്റു ചില ചാനലുകൾക്കും ഒക്കെ തന്നെ ഇതുപോലുള്ള ഒരു അവസ്ഥ നേരിടേണ്ടതായി വന്നു. അവരെങ്ങനെയാണ് അത് ജീവിച്ചതെന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായിരുന്നു മീഡിയ വണ്ണിനെതിരായി അന്നെടുത്ത നിലപാട്? അങ്ങനെയാണോ എടുക്കേണ്ടിയിരുന്നത്? ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് BJPയുടെ വക്താവ് ശ്രീ ഉല്ലാസ് ഇപ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. വാസ്തവത്തിൽ അന്ന് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി എടുക്കേണ്ടിയിരുന്ന നിലപാട് അതായിരുന്നോ? ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ ചർച്ച നമ്മളിവിടെ നടത്തുമ്പോൾ ഇന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു അടി കിട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴേക്കും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അല്ലേ, അവരാണല്ലോ നിങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, മാധ്യമങ്ങളെല്ലാം. എന്താണ് ഫാക്ട് ചെക്ക് വിഭാഗം? അതായത് ഗവൺമെൻറ്റിന്, ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായി, ചുരുക്കത്തിൽ പറഞ്ഞാൽ BJPക്കെതിരായി, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്നതായിട്ടുള്ള ദ അൺഹോളി നെക്സസ് ബിറ്റ്വീൻ ദ ലാർജ് കോർപ്പറേറ്റ്സ് ആൻഡ് ദി റൂളിംഗ് ക്ലാസ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ആരെങ്കിലും അത്തരത്തിൽ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയിൽ ആരെങ്കിലും പറഞ്ഞാലോ, അതല്ല നാളെ ഇത് അച്ചടിച്ച് പത്രങ്ങളിൽ വന്നാലോ, അതല്ല സോഷ്യൽ മീഡിയയിൽ അത്തരത്തിൽ വന്നാലോ, ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിന് അത് ആ കാര്യങ്ങൾ അത്തരത്തിൽ പിടികൂടാൻ, എങ്ങനെ, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ, ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾ പറയുന്നത് എങ്കിൽ, ഇന്ത്യയിലെ ഇന്നത്തെ അധികാരത്തിലുള്ള ഗവൺമെൻറ്റിന്, ഞാനിപ്പോൾ ഉല്ലാസിനോട് മറ്റേ തർക്കിക്കുകയൊന്നുമില്ല, ചില ചർച്ചകളിലൊക്കെ പോകുമ്പോൾ അവരുടെ നേതാക്കളൊക്കെ വന്നിരുന്നിട്ട് ഈ ഇന്ത്യ സഖ്യത്തെ ഈ മറ്റു ചില രീതിയിലൊക്കെ അവർ പറയും. ഇപ്പോൾ അനിൽ ബോസിന് അറിയാം എന്താ അവർ പറയുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച്. ഇന്ത്യ എന്ന് പറയാൻ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവർക്ക് പലർക്കും ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മുടെ ചങ്ങാതി ഉല്ലാസ് ബാബുവിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണുന്നില്ല. വക്രീകരിച്ച് അത് തിരിച്ച് അതുപോലെ NDA സഖ്യത്തിനെ ഇതുപോലെ തന്നെ ഒന്ന് എന്നുള്ളത് കൂടി ഓർക്കണം. അല്ല, ഇന്ത്യ അലയൻസിന് വരെ ഇന്ത്യ അലയൻസ് പറയാം. അപ്പോൾ നിങ്ങളും തിരിച്ചു പറയണം NDA അലയൻസ്. അതെ, അത് ഇന്ത്യ മുന്നണി എന്നോ ഇന്ത്യ അലയൻസ് എന്നോ അല്ല. അജിംസിന് മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്നുള്ളത്. പല ചർച്ചകളിലും BJPയുടെ വക്താക്കൾ പറഞ്ഞിട്ടുള്ളത്. അതെ, അത് തിരിച്ച് NDA മുന്നണിയെ തന്നെ ഇതുപോലെ പറഞ്ഞാൽ അത് നമ്മുടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ അതിലെല്ലാം ഒരു സാമാന്യ മര്യാദയും നീതിയും പുലർത്തും, ഉല്ലാസം അത് പുലർത്തുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കൾ അതിനെ സംബന്ധിച്ച് പറയട്ടെ. ഇവിടെ ഒരു ചോദ്യം ഇക്കാര്യത്തിൽ പ്രസക്തമായി വരുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ ഈ കേളികൊട്ട് ഉയരുന്ന കാലത്ത് ഇങ്ങനെ അത്രയും നാൾ റിപ്വാൻ വിങ്കിളിനെ പോലെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന, അത്തരത്തിൽ ഉറക്കത്തിലായിരുന്നോ എന്ന്, അല്ല ഉറക്കം നടിച്ചതോ ആയിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ധനകാര്യ വകുപ്പിൻ്റെ, ധനകാര്യ മന്ത്രാലയത്തിൻ്റെ, മന്ത്രി കാര്യാലയത്തിൻ്റെ കീഴിൽ, മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലുള്ള ആ ഒരു ചട്ടക്കൂട്, ആ ഒരു കരം, ഈ വൺ ഓഫ് ദ ആംസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയാമല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇവിടെ തെരഞ്ഞെടുപ്പ് ആരൊക്കെയായിട്ടാണ്? തെരഞ്ഞെടുപ്പ് ഇവിടെ ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നണിയും അപ്പുറത്ത് NDA മുന്നണിയും തമ്മിലോ, അതല്ല ഇനിയിപ്പോൾ കേരളത്തിൽ LDF വേഴ്സസ് UDF, BJP എന്ന് ഉല്ലാസൂടെ പറഞ്ഞത് നമ്മളൊരു തർക്കത്തിന് ഞാൻ പോവുകയല്ല, ഇതെങ്ങനെയൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ മാത്രമല്ല ജിംസെ തെരഞ്ഞെടുപ്പ് ഈ പോരാട്ടം. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ള ED, പിന്നെ ഈ പറയുന്ന ഇൻ്റലിജൻസ് ബ്യൂറോ, പിന്നെ ഈ പറയുന്ന നമ്മുടെ ഈ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ ആദായ നികുതി വകുപ്പ്, പിന്നെയോ CBI, പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മറ്റും ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് നിലവിലുള്ളിടത്ത് സായുധ വിഭാഗങ്ങൾ, ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ്. അല്ലാതെ ഈ നമ്മൾ ഈ കാണുന്നതായിട്ടുള്ള ചില മുഖങ്ങൾ, ചില സ്ഥാനാർത്ഥികൾ, ചില മുന്നണികൾ അത്തരത്തിലുള്ള പോരാട്ടമല്ല. ഇത്തരത്തിൽ മെഴ്സണറീസ് എന്ന് പറയുന്നത് പോലെ, ഇത്തരത്തിൽ കൂലിപ്പടയാളികൾ എന്ന് പറയുന്നത് പോലെ ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള വേട്ടനായ്ക്കളെ പോലെ അഴിച്ചുവിട്ട് ഇത്തരത്തിൽ വേട്ടയാടാൻ, ഞങ്ങൾക്ക് രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തവരെ ഞങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ച് നേരിടുന്നു എന്നുള്ളതിൻ്റെ. ഇന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകരും നിങ്ങളും എല്ലാം അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൽ തന്നെ നേരത്തെ ഉല്ലാസ് പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ വേറൊരു കാര്യം സാന്ദർഭികമായി പറയുകയാണ്.
ഈ ഇൻകം ടാക്സ് കൃത്യസമയത്ത് അടയ്ക്കാത്തതായിട്ടുള്ളതിൽ അങ്ങനെ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ യഥാസമയം അടയ്ക്കാത്തതായി 4,000 കോടി ഇന്ത്യൻ രൂപയ്ക്കപ്പുറമുള്ളത് വർഷങ്ങളായി നമ്മുടെ വലിയ കോർപ്പറേറ്റുകൾ അടയ്ക്കാത്തതുണ്ട് എന്നുള്ളതും അവരെ അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കണമല്ലോ. ഇന്ന് സുപ്രീം കോടതി ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൂടി ഈ ഒരു അവസ്ഥയിൽ നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. എന്താ സുപ്രീം കോടതി എന്ന് പറഞ്ഞിട്ടുള്ളത്? സുപ്രീം കോടതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ ഫാക്ട് ചെക്കിനെ സംബന്ധിച്ച് പറഞ്ഞത് മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചാർജ് ഷീറ്റുകൾ സമയത്ത് കൊടുക്കാതെയും ഈ ഖണ്ഡികയായി പീസ്മീലായി അത്തരത്തിൽ പല തവണയായി ചോദിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട്, നിങ്ങൾക്ക് ചില ആളുകളെ ജയിലിൽ അടയ്ക്കണം എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നിയമവ്യവസ്ഥ പരിപാലിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്. സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കേസ് സാന്ദർഭ്യമായി വന്നത് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം നമുക്കെല്ലാം വാട്സാപ്പിൽ സന്ദേശം അയക്കുകയാണ്. അല്ല, അതൊന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമൊന്നും അല്ലയോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശം ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയോ അത്തരത്തിൽ അവരെല്ലാം ഈ വിധത്തിൽ അയക്കുന്നു. ഞങ്ങൾ കൊടുത്തത് നേരത്തെ ആയിരുന്നു, അവരയച്ചപ്പോൾ താമസിച്ചു പോയി എന്നുള്ളതാണ്. അച്ചം പത്തായത്തിലും ഇല്ല എന്നുള്ള ന്യായമാണ് വാസ്തവത്തിൽ BJP ഇവിടെ എല്ലാം പറയുന്നത്. നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ വിഷയത്തിൽ അതിൻ്റെ ഈ സത്യാവസ്ഥ പുറത്തു വരാതിരിക്കാനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് എന്തെല്ലാമാണ് തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ മൂക്കിട്ട് ഇക്ഷ എണ്ണ ഇപ്പ ഇറ്റയൊക്കെ വരപ്പിച്ചു. അവിടെ സുപ്രീം കോടതി ഇതിനെ ചോദിക്കുകയുണ്ടായി, ഇതിൻ്റെ ചെയർമാനെ വിളിച്ചു വരുത്തേണ്ടുന്ന ഒരു അവസ്ഥയെ സംബന്ധിച്ച് തന്നെ. ഇന്നിപ്പോൾ എന്താ BJP കൊട്ടിഘോഷിച്ച് അത്തരത്തിലൊരു ഔഷധ വ്യവസായം പതഞ്ജലി അല്ലേ, അത് ഈ സ്പോൺസേഡ് ബൈ BJP എന്നുള്ള നിലയിൽ അവിടെ സുപ്രീം കോടതിയിൽ വന്നിട്ട് മാപ്പ് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക്. എന്താ കാര്യം? വ്യാജ പരസ്യങ്ങൾ നൽകുക. ഇത് ഞാൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഇന്ത്യയിൽ 900 കോടി രൂപ 35 വൻകിട ഈ കമ്പനികൾ, ആ കമ്പനികളിൽ പലതും തന്നെ വ്യാജമരുന്നുകൾ നിർമ്മിച്ചത്, ആ വ്യാജമരുന്നുകൾ കഴിച്ചതിനെ തുടർന്നും ഉപയോഗിച്ചതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം, അന്വേഷണം അടക്കം നേരിടുകയാണ്. 900 കോടി രൂപ, അതിൽ സിംഗിൾ ലാർജസ്റ്റ് ചങ്ക് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഫാർമ കമ്പനികളിൽ നിന്നാണ്. ആ ഫാർമ കമ്പനികൾ ഇന്ത്യയിലെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് അനുകൂലമായ നിലയിലേക്ക് ഈ അടുത്തിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ കർട്ടൻ ഉയരുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെ കൊണ്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. എന്താണെന്നറിയോ? വലിയ കമ്പനികൾ അത്തരത്തിലുള്ള ഡോക്ടർമാരെയും മറ്റുമെല്ലാം സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്നതായിട്ടുള്ള ശതകോടികളുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഏർപ്പാടുകളുണ്ട്. വിദേശ യാത്രകൾ, ബന്ധുക്കൾക്ക് അത്തരത്തിലുള്ള യാത്രകൾ, പിന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ, വളരെ വില കൂടിയ സമ്മാനങ്ങൾ, അങ്ങനെ പണം കൊടുക്കുന്നതിന് പകരം ഇവിടെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല. അതാണ് നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒന്ന് നോക്കിയാൽ മതി അജിംസെ, ഒരു നടപടിയും പല്ലും നഖവും ഇല്ലാത്തതായിട്ടുള്ള ഒരു പുതിയ സംവിധാനത്തിൻ്റെ ഇത് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫാർമ കമ്പനികളുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യത്തിൽ ക്വിഡ് പ്രോ കോ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലായല്ലോ. ഇവിടെ ഇല്ലാത്ത കമ്പനികൾ, ആകെ ടേൺ ഓവർ എന്ന് പറയുന്നതിൻ്റെ 3 ഇരട്ടി വരെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുള്ള കമ്പനികൾ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത വരുമാനത്തിൽ നിന്ന് വല്ലാത്ത സംഭാവനകൾ ചില ആളുകൾക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ എന്താ ഉള്ളത്? ഇവിടെ ജനാധിപത്യത്തെ വേട്ടയാടുന്നതിൻ്റെ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് തീർക്കണ്ട. നിലവിലുള്ള പാർലമെൻറ്റിൻ്റെ അവസ്ഥ എന്താണ്? നിലവിലുള്ള ഇന്നത്തെ ലോക്സഭ അതിൻ്റെ കാലാവധിയിൽ ഇവിടെ 262 ബില്ലുകളാണ് ഒരു പരിശോധനയും ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളോ പാർലമെൻറ്റിൽ ചർച്ചയോ ഇല്ലാതെ വെറും ഐസ് ആൻഡ് നോസ്, അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു, ശബ്ദ വോട്ടിൽ പാസ്സാക്കപ്പെട്ടു പോയത്. ഇവരുടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, ഒന്നാം ഗവൺമെൻറ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ വന്ന സമയത്ത് അന്ന് 25% ബില്ലുകളാണ് പാർലമെൻറ്റിൽ നിന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ സ്ക്രൂട്ടനിക്ക് പോയതെങ്കിൽ ഈ രണ്ടാം ഗവൺമെൻറ് വരുമ്പോൾ അത് വെറും 13% കുറയുകയാണ്. തീരുന്നില്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടുകൾ സഭയുടെ മേശപ്പുറത്ത് വരുന്നത് കുത്തനെ ഇടിയുകയാണ്. ആരാണ് ഇന്നത്തെ CAG എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ വാസ്തവത്തിൽ മാനിപ്പുലേഷൻസ് കൃത്യമായി നടത്തുക, ഷിയർ മാനിപ്പുലേഷൻസ്. അത് ഏറ്റവും നല്ല ഉദാഹരണം ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരാൾ തന്നെ വന്ന് വരണാധികാരിയായി ഇരുന്നു കൊണ്ട് ആ വോട്ടെടുപ്പിൽ 8 പേരുടെ വോട്ടുകളെല്ലാം കുത്തിവരച്ച് അത്തരത്തിലാക്കുന്നതും അവിടെ ആ CCTVയിൽ ഇത് പതിയുന്നതും സുപ്രീം കോടതിയിൽ ഈ കാര്യം എത്തുമെന്ന് ഉറപ്പായപ്പോൾ 2 പേരെ വിലക്കെടുത്തതും ആ വിലക്കെടുത്തുകൊണ്ട് രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടത്തും എന്നായിരുന്നല്ലോ BJPയുടേതായ അവരുടെ എല്ലാം മനസ്സിലിരുപ്പ്. സുപ്രീം കോടതി കള്ളനെ കയ്യോടുകൂടി പിടിച്ചത് കൊണ്ടാണല്ലോ ഇത് ഈ രാജ്യം അറിഞ്ഞത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ കൃത്രിമവും ആ കൃത്രിമത്തിൽ തന്നെ മുഴുകുകയും ഇതാണ് ശരിയായ മാർഗം എന്ന്
ജനങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റ് പണം ഒഴുക്കലുമാണ്. ബൂർഷ്വാ പാർട്ടികൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന അപജയങ്ങൾ, അപച്യുതികൾ, അത് ഇന്ത്യയിൽ അധികാരത്തിലുള്ള ഒരു പാർട്ടി ഈ വിധത്തിൽ ഒരു ഭരണകൂടത്തിനെ മുഴുവൻ ജീർണിപ്പിക്കുന്ന നിലയിലേക്ക് ഇങ്ങനെ അർബുദം പോലെ, ഇങ്ങനെ അർബുദമുണ്ടല്ലോ, ക്യാൻസർ, അത് ഇന്ത്യൻ ഫാബ്രിക്കിലേക്ക്, ഇന്ത്യൻ ഫിസിക്കിലേക്ക്, ഇന്ത്യൻ പൊളിറ്റിയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ അനിൽ ബോസ്, ഈ ന്യായയാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2019 അദ്ദേഹം മോദി തുടർഭരണം ഉറപ്പാക്കിയത് അദ്ദേഹത്തിന് EVM ഉള്ളതുകൊണ്ടാണ്, അദ്ദേഹത്തിന് ആത്മാവ് EVM-ലാണ് എന്നാണ്. എങ്കിൽ അതേ EVM ഇക്കുറിയും മോദിയോടൊപ്പമുണ്ട്. അതിനർത്ഥം ഇപ്പോൾ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലെ ഒരു കാര്യം EVM-ലും നടന്നാൽ, EVM ആണ് മോദിയുടെ ശക്തിയെങ്കിൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പാണ്. എന്നിരിക്കെ നിങ്ങൾ മറ്റൊരു ന്യായം പറയുകയാണോ തോൽവിക്ക്? അല്ല, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്, ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ചർച്ച എന്താണ്? ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ചർച്ച കഴിഞ്ഞ 10 വർഷം ഇപ്പോഴിരിക്കുന്ന സർക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ 30 ലക്ഷം ജോലി വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. 30 ലക്ഷം ആളുകൾ, വിദ്യാസമ്പന്നരായ ആളുകൾക്ക് കിട്ടാവുന്ന സർക്കാർ ജോലി ഫില്ല് ചെയ്യാതെ 30 ലക്ഷം പേരുടെ ഒഴിവ് കിടക്കുകയാണ്. ആ 30 ലക്ഷം ഒഴിവുകൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നികത്തും. അത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്. ആ 30 ലക്ഷം പേരെ നിയമിക്കുമ്പോൾ അതിൽ 15 ലക്ഷം പേര് വനിതകൾക്ക് കൃത്യമായി നൽകിയിരിക്കും. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ്. കേരളത്തിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് പ്രതിവർഷം അപ്രന്റീസ്ഷിപ്പ് ജോലിയിലൂടെ 1 ലക്ഷം രൂപ അവകാശമാക്കി മാറ്റും. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ്. വനിതകൾക്ക്, നിരാലംബരായിട്ടുള്ള ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് പ്രതിവർഷം ഞങ്ങൾ 1 ലക്ഷം രൂപ കൊടുക്കും. അത് സ്ത്രീകൾക്ക് അവകാശമാക്കി മാറ്റാൻ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ്. കാർഷിക മേഖലയിൽ കർഷകരെ സഹായിക്കാൻ കടാശ്വാസം നൽകുന്നതടക്കമുള്ള, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില നിശ്ചയിക്കുന്ന അടക്കമുള്ള, താങ്ങുവില പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ്. ഞങ്ങൾ ഇത്തരം രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അത് വെറുതെ ഒരു ദിവസം ഞങ്ങളെടുത്ത തീരുമാനമല്ല, വെറുതെ ഒരു തെരഞ്ഞെടുപ്പിന് വാഗ്ദാനം ചെയ്യല. ഞങ്ങൾ ഈ രാജ്യത്തെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ച് പ്രതിവർഷം 132 രൂപ പ്രതിദിനം 132 രൂപ വേതനം നിശ്ചയിച്ച് തുടങ്ങിയ പദ്ധതിയാണ്. സകല ഞങ്ങളെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞല്ലോ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് 333 രൂപയാണ് ആലപ്പുഴ ജില്ലയിൽ, എൻ്റെ ജില്ലയിൽ അവിടുത്തെ പഞ്ചായത്തുകളിൽ നിന്നുള്ള തൊഴിലുറപ്പ് പദ്ധതികളിലൂടെ നൽകുന്നത്. അത് നടപ്പിലാക്കിയ ഒരു പാർട്ടിയാണ്, മുന്നണിയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഈ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര 3 മാസത്തിനകം നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. നടപ്പിലാക്കി. അവർക്ക് പ്രതിമാസ വേതനം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞു. നടപ്പിലാക്കി. അത് തെലങ്കാനയിൽ ഞങ്ങൾ നടപ്പിലാക്കി, ഹിമാചൽ പ്രദേശിൽ നടപ്പിലാക്കി. ഗ്യാസുമായി ബന്ധപ്പെട്ട് 400 രൂപ കിടന്ന ഗ്യാസിന് 1100-ലധികം രൂപ വില വർദ്ധിക്കുമ്പോൾ രാജസ്ഥാനിലും കർണാടകയിലും തെലങ്കാനയിലും ഹിമാചലിലും ഞങ്ങൾ 500 രൂപയ്ക്ക് കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇവർ പറഞ്ഞതൊന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും കാര്യവുമായി ബന്ധപ്പെട്ടാണെങ്കിലും, ഞങ്ങൾ UPA ഗവൺമെൻറ് കാലത്ത് ആധാർ കാർഡ് ബാങ്കുകളുമായി ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ക്യൂവിൽ നിന്ന് 4 പേര് തലകറങ്ങി വീണുവെന്ന് പറഞ്ഞപ്പോൾ ആധാർ കാർഡ് നിരോധിക്കുമെന്ന് പറഞ്ഞ് വന്ന് 10 വർഷം പിന്നിടുകയാണ്. ആധാർ കാർഡിന് എന്തെങ്കിലും മാറ്റം വരുത്തിയോ? എന്തെങ്കിലും മാറ്റം വരുത്തിയോ? അപ്പോൾ വികസനോന്മുഖമായ നടപടികൾ ഈ രാജ്യത്ത് സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരണത്തിന് പുറത്തു നിൽക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്തി അവരുടെ വിഷയങ്ങൾ നേരിട്ട് പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അഭിമുഖീകരിക്കുന്നത്. അവിടെ സാമ്പത്തികം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാമ്പത്തികം ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങളോടൊപ്പം ജനങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരത് ജോഡോ ന്യായ യാത്ര 1700 കിലോമീറ്റർ താണ്ടിയതും പക്ഷേ EVM മോദിയോടൊപ്പമാണെന്ന് രാഹുൽ ഗാന്ധി തന്നെയാണ് പറയുന്നത്. ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്, പക്ഷേ EVM മോദിയോടൊപ്പമാണെന്ന് രാഹുൽ ഗാന്ധി പറയട്ടെ. ഞാൻ പറയട്ടെ എന്ന്. ഇവിടെ നമ്മളൊരു ചർച്ചയിൽ സമ്മതിക്കുമ്പോൾ BJPയുടെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സ്നേഹിതൻ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ വയ്ക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾ പറയണ്ടേ? ആ കിട്ടുന്ന പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് എനിക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന എൻ്റെ വിഷയങ്ങൾ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കണ്ടേ പ്രേക്ഷകർക്ക് വേണ്ടി? അത് ഞാൻ പറയും. EVM-മായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്താ? EVM-മായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് തുടങ്ങിയിട്ട് വർഷം എത്രയായി എന്ന് നിങ്ങൾക്കറിയാമോ? ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഫയൽ ചെയ്ത EVM-മായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസ് സുപ്രീം കോടതിയിൽ കാലങ്ങളായി നടക്കുകയാണ്.
ഓരോ സംസ്ഥാനത്തിൻ്റെയും ഞാൻ ആ കോടതിയിൽ ഹാജരായിരുന്ന പല ദിവസങ്ങളിലും അതിൻ്റെ വാദപ്രതിവാദങ്ങൾ കേൾക്കാൻ ഇടയായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര ആധികാരികമായിട്ട് പറയുന്നത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളുടെ ഒപ്പീനിയൻ ചോദിച്ച് ഇലക്ടറൽ റിഫോർമേഷൻ്റെ ഭാഗമായിട്ട് കോടതി അത് കൃത്യമായി പരിഗണിക്കുമ്പോൾ അത് സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടില്ല. ഇതുവരെ സമയബന്ധിതമായി അത് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിന് നമ്മുടെ ലാവ്ലിൻ കേസ്, ഞാൻ ഈ വിഷയം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനല്ല, അത് മാറ്റി മാറ്റി വെക്കുന്നത് പോലെ വളരെ കൃത്യമായി EVM-ഉമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വ്യവഹാരം നീണ്ടുപോകുന്നതിന് വർഷം എത്രയെന്ന് അറിയുമോ? 6-7 വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ കേസ്. അപ്പം വളരെ കൃത്യമായ വിയോജിപ്പ് ഇന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആ നിലവിൽ നിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ EVM എന്തെല്ലാം കൃത്രിമം നടത്തിയാലും അതിനെ നമ്മളിപ്പോൾ ഫേസ് ചെയ്തേ പറ്റൂ. പക്ഷെ അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അപകടങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിയോട് തന്നെ ജനറൽ സെക്രട്ടറി ഫയൽ ചെയ്ത കേസിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഒപ്പീനിയൻ സുപ്രീം കോടതി എടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ പല ഘട്ടങ്ങളിലായി കോടതിയിൽ ഡിലേ ആകാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ഞാൻ പറയാം. ഇവരുടെ ഭയം എന്താണ് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ കാര്യം പറയാം. ഇവരുടെ ഭയം 931 സീറ്റിലാണ് 6 സംസ്ഥാനങ്ങളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 409 സീറ്റ് BJP-യും കോൺഗ്രസും നേർക്കുനേർ മത്സരിച്ചതാണ്. അവിടെ 409 സീറ്റ് ഞങ്ങൾക്കും, ഞങ്ങളെക്കാൾ 30 സീറ്റ് കൂടുതൽ BJP-ക്കുമായിരുന്നു. ഭരണവും അവർക്ക് ചില സ്റ്റേറ്റിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ ഞങ്ങളെക്കാൾ 10% വോട്ട് പുറകിലാണ് എന്ന യാഥാർത്ഥ്യം ഞങ്ങളെക്കാൾ നല്ല ബോധ്യം BJP-ക്ക് ഉണ്ടെന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാജസ്ഥാനിലെ മുഴുവൻ സീറ്റും BJP-ക്കാണ്. ഇനിയൊന്നും അവർക്ക് അവിടെ കിട്ടാനില്ല. മധ്യപ്രദേശിൽ 1 സീറ്റ് ഒഴിച്ച് മുഴുവൻ സീറ്റും BJP-ക്കാണ്. അവിടെ ഇനി അവർക്കൊന്നും കിട്ടാനില്ല. കർണാടകയിൽ 28 സീറ്റിൽ 1 സീറ്റേ ഞങ്ങൾക്കുള്ളൂ, ബാക്കി മുഴുവൻ അവരുടേതായിരുന്നു. നിങ്ങൾ ചിന്തിച്ചോ, തെലങ്കാനയിൽ ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു. നിങ്ങൾ നോക്ക് ഈ തെരഞ്ഞെടുപ്പ് തെലങ്കാനയിൽ എന്താ സ്ഥിതി? അജിംസ് പറ 10 സീറ്റ് മിനിമം പിടിക്കില്ല എന്ന് നിങ്ങൾക്ക് തർക്കമുണ്ടോ? കർണാടകയിൽ 15 സീറ്റിന് മുകളിൽ ഞങ്ങൾ അവിടെ ജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും BJP-യും സഖ്യമായി മത്സരിച്ചു. NCP വേറെ, കോൺഗ്രസ് വേറെ മത്സരിച്ച സ്ഥലത്ത് മഹാഗാഡി സഖ്യം 48 സീറ്റിൽ മഹാരാഷ്ട്രയിൽ മത്സരിക്കുമ്പോൾ 20 സീറ്റിന് മുകളിൽ ഞങ്ങൾ ജയിച്ചു വരികയില്ല എന്ന് നിങ്ങൾക്ക് തർക്കമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഡൽഹിയിൽ ഇപ്പോൾ 7 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ 7 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആം ആദ്മിയും കോൺഗ്രസും BJP-യും ത്രികോണ മത്സരമായിരുന്നുവെങ്കിൽ ഇത്തവണ ഞങ്ങൾ ഇന്ത്യ സഖ്യം ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്ക് തർക്കമുണ്ടോ 5 സീറ്റിന് മുകളിൽ ഞങ്ങൾ ജയിക്കില്ലാന്ന്? ഹരിയാനയിൽ 10 സീറ്റിൽ 9 സീറ്റും പിടിച്ചു വരും ഞങ്ങൾ. വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നലകളിൽ 3 ബക്കറ്റിലായി ചിതറിപ്പോയിരുന്ന വോട്ടുകൾ ഒരു പെട്ടിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം ഉയർന്നു വരുമ്പോൾ അത് കൃത്യമായി BJP മനസ്സിലാക്കിയിട്ടുണ്ട് അജിംസെ. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നെ നമ്മൾക്ക് ചർച്ചയിൽ മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ഈ രാജ്യത്ത് തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ, ഇവർ അമ്പലം പറഞ്ഞു നോക്കി, പള്ളി പറഞ്ഞു നോക്കി, ഇതൊന്നും ഇവിടെ ഓടത്തില്ല. ജനങ്ങളുടെ അരച്ചാൻ വയറിൻ്റെ പ്രശ്നമാണ്, പട്ടിണിയാണ് പ്രശ്നം, നിത്യജീവിതമാണ് പ്രശ്നം, സാധാരണക്കാരുടെ ജീവിതമാണ് അജിംസെ പ്രശ്നം, തൊഴിലില്ലായ്മയാണ് പ്രശ്നം. രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മ. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുകയാണ് അജിംസെ. അപ്പോൾ അത്രയും വൈകാരികമായ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇതിനൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി മറുപടി പറയുന്നുണ്ടോ? മണിപ്പൂർ സംഭവത്തിൽ എന്താ നിലപാട് പറ. അറുംകൊല നടക്കുകയല്ലേ? എത്രായിരം ആളുകളാണ് അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? കർഷക സമരം നടക്കുകയല്ലേ? ആ വിഷയത്തിൽ അവരോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ജാതിയും മതവും വർഗവും വർണ്ണവും അമ്പലവും പള്ളിയും പറയുന്ന അല്ലാതെ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ പട്ടിണിയെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടോ അജിംസെ? അപ്പോൾ ഈ പട്ടിണിയെക്കുറിച്ച് ബോധ്യമുള്ള ഈ രാജ്യത്തെ ജനാധിപത്യ കക്ഷികൾ, യോജിക്കാത്ത പാർട്ടികളടക്കം യോജിച്ചെന്നുകൊണ്ട് ഒരു പൊതു സമീപനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വന്നിട്ടുള്ളത് വരാൻ പോകുന്ന 2024 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ജൂൺ 4 പുറത്തു വരുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോ, ഇന്ത്യ സഖ്യം തിരിച്ചു വരും. കോൺഗ്രസിൽ ആര് പ്രധാനമന്ത്രിയാകും, പ്രതിപക്ഷത്ത് ആര് പ്രധാനമന്ത്രിയാകുന്നില്ല. ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ പാർട്ടിയുടെ നയമൊന്നുമല്ല. ഒരു കാര്യം ഞാൻ പറയാം, മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. എന്തായാലും ഒരു കാര്യം അടിവരായിട്ട് പറയുന്നു, ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ 2024 തിരിച്ചു വരും. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് EVM അല്ല, എന്ത് കാര്യം വന്നാലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ജനകീയ മുന്നേറ്റമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ശ്രീ ഉല്ലാസ്, ഈ അടുത്ത ദിവസങ്ങളിൽ മാത്രം സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനും BJP-ക്കും മേലെ തിരിച്ചടികൾ നമുക്ക് ഓർത്തെടുത്ത് നോക്കുക. ഇവിടെ എക്സിക്യൂട്ടീവ് അവർക്ക് തോന്നുംപടി ചെയ്യുന്നു. നിങ്ങൾ പറയുന്നു നിങ്ങൾ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് പറയുന്നു, കോടതി പറയുന്നു അങ്ങനെയല്ല എന്ന് പറയുന്നു. അതിൻ്റെ ഇരകൾ കോടതിയിൽ സമീപിക്കേണ്ടി വരുന്നു. എന്തുണ്ടായാലും നിങ്ങൾ കോടതിയിലേക്ക് പോയിക്കോളൂ. സുപ്രീം കോടതിയുടെ ചുമലിലാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ഒരേ ഒരു ആശ്രയം എന്നായി മാറുന്നു. അങ്ങനെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വരുതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിരിക്കുന്നു, നിങ്ങളുടെ വരുതിയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം വരുതിയിലാക്കിയിരിക്കുന്നു, സുപ്രീം കോടതി മാത്രമാണ് ഒരു ആശ്വാസം എന്നുള്ളത്
ഒരു ജനാധിപത്യ രാജ്യത്തിന് എത്ര ഭൂഷണമാണ് ഇങ്ങനെ ഭരിക്കുക. ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു മാരണം, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ എന്തിനാണ് ഇലക്ഷൻ എന്ന് തോന്നിപ്പോവുകയാണ്. ചോദ്യം കഴിഞ്ഞല്ലോ അജിം സാഹിബ്. ഞാൻ മറുപടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇടപെടാതിരിക്കാനാണ് ഒരു മാന്യത കാണിക്കുന്നത്. കാരണം അനിൽ ബോസ് സംസാരിക്കുമ്പോഴും ബഹുമാനായിട്ടുള്ള ശ്രീ സമ്പത്ത് അദ്ദേഹം സംസാരിക്കുമ്പോഴും അങ്ങ് ഇടപെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവർ രണ്ടുപേരും ഇന്നത്തെ വിഷയമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യമല്ല സംസാരിച്ചത്. അവർ രാഷ്ട്രീയത്തിൽ മറ്റു കാര്യങ്ങളാണ് സംസാരിച്ചത്. ആ കാര്യങ്ങൾക്ക് കൂടി മറുപടി കൊടുക്കാൻ അജിംസ് എന്നെ സമ്മതിക്കണം. ഒപ്പം തന്നെ അജിംസ് ചോദിച്ച ചോദ്യം ഞാൻ കൃത്യമായിട്ട് മറുപടി തരാം. അജിംസ് ഈ സംഭവം കണ്ടായിരുന്നോ? ഇതൊന്ന് കാണാനുണ്ടോ നിങ്ങൾക്ക്? അനിൽ ബോസ് കുറച്ചു നേരത്തെ പ്രസംഗിച്ചില്ലേ? ആ പ്രസംഗിച്ച് ഒരു കാര്യവും ചെയ്യാത്ത നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ചും BJP ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഈ ആളാരാന്നറിയാലോ? ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. ഈ സംഖ്യ ഒന്ന് അജിംസ വായിച്ച് നിങ്ങൾക്ക് ഇതിലെ സൂം ആയതുകൊണ്ട് കൃത്യമാവുന്നതാണ്. ഞാൻ വായിച്ചു തരാം. 1734 കോടി രൂപ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ ചെലവാക്കിയെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ബഹുമാന്യായ രമ്യ ഹരിദാസിന്റെ നോട്ടീസാണ് സാർ ഈ കാര്യങ്ങള്. അതെന്റെ അടുത്ത് കൃത്യമുണ്ട്. റോഡ് വികസനം, ആരോഗ്യ വികസനം, സമ്പൂർണ്ണ വെളിച്ച പദ്ധതി, കുടിവെള്ള പദ്ധതി. അജിംസെ, അനിൽ ബോസ് ഇത്ര നേരം നിങ്ങൾ പറഞ്ഞ ചെലവിനെ കുറിച്ചും ഇന്ന് AICC പറഞ്ഞിട്ടുള്ള പത്രസമ്മേളനത്തെ കുറിച്ചായിരുന്നു അനിൽ ബോസ് സംസാരിച്ചിരുന്നത്. എന്താ അജിംസ് അതൊക്കെ കേട്ട് അംഗീകരിച്ചത്? തൊഴിലില്ലായ്മയെ കുറിച്ചും ഗ്യാസിനെ കുറിച്ചും വനിതകളെ കുറിച്ചും വനിതാ ബിൽ അവതരിപ്പിച്ച് ഞങ്ങളോട് വനിതകളുടെ പ്രവർത്തികളെ കുറിച്ചൊക്കെ അവര് പറഞ്ഞില്ലേ? ആ പറഞ്ഞ സമയത്ത് അജിംസിന് ഈ വിഷമമൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ അജിംസ് ഒന്ന് ക്ഷമിക്കപ്പ, ഞാനിതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. അജിംസ് ചോദിച്ച ചോദ്യം കോൺഗ്രസ് AICC പത്രസമ്മേളനത്തിൽ BJPയുടെ നിലപാടുകൾ എല്ലാം കൃത്യമായിട്ട് പറയാന്നേ. അനിൽ ബോസ്, ക്ഷമ കാണിക്കുന്നത്. നിങ്ങളൊരു സീനിയർ രാഷ്ട്രീയ പ്രവർത്തകനല്ലേ? ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചോ? അപ്പൊ ഇത് കേൾക്കട്ടെ. അപ്പൊ നിങ്ങളുടെ MP ഈ 1734 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി റെയിൽവേ ആയിട്ടും കുടിവെള്ളമായിട്ടും ക്ഷീരവികസനവുമായും കാർഷിക മേഖലകളും വന്യമൃഗ സംരക്ഷണത്തിനും അതുപോലെ റൂറൽ അർബൻ ഡെവലപ്മെന്റിനും SC/ST പദ്ധതികൾക്കും തൊഴിലുറപ്പ് പദ്ധതികൾക്കും BSNLന്റെ വികസനത്തിനും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ MP കൃത്യമായിട്ട് 1734 കോടി രൂപ എന്റെ മണ്ഡലത്തിൽ ചെലവാക്കിയെന്ന് രമ്യ ഹരിദാസ് MP കൊടുക്കുന്ന കടലാസാണ്. അനിൽ ബോസ് രമ്യയെ വിളിച്ചു ചോദിച്ചോ? 1734 കോടി രൂപ ആലത്തൂരിനെ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന കോൺസെപ്റ്റിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഇരുന്നതും 10 വർഷം ഡെവലപ്മെന്റ് നടത്തിയതും. ഇനി വരാൻ പോകുന്ന സർക്കാരിനെ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുമ്പോൾ ഇനിയുള്ള വികസന ശൈലിയും അത് തന്നെയായിരിക്കും. അനിൽ ബോസ് നേരത്തെ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പൈസ എത്ര? ഇന്ന് 333 രൂപയാവുകയും തൊഴിലുറപ്പ് കാലങ്ങളുടെ എണ്ണം കൂട്ടിയതൊക്കെ ഞങ്ങളുടെ സർക്കാർ ഇരിക്കുന്ന കാലത്താണെന്ന് അനിൽ ബോസിന് ഒരിക്കലും എതിർക്കാൻ സാധിക്കില്ല. നോക്കൂ, ബഹുമാനനായിട്ട് ശ്രീ സമ്പത്ത് അവറുകൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് കണക്കുകൾ നിരത്തി സംസാരിച്ചു. അങ്ങനെയാണ് ഇങ്ങനെയാണ്. സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള ഇടതുപക്ഷ സിസ്റ്റം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ സംവിധാനത്തെ കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടം മുതൽ ഇങ്ങു വരെയുള്ള നിങ്ങളുടെ വളർച്ച എന്തുകൊണ്ടാണ് ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് 2019 വീണത്? ഇപ്പൊ വീഴാൻ കെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 543 സ്ഥാനാർത്ഥികളെ പോലും ഇന്ത്യ മഹാരാജ്യത്ത് മത്സരിപ്പിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ പ്രതിനിധിയായിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള സമ്പത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ്, നിങ്ങൾ ഒരിക്കലും നടപ്പിലാക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ്, നിങ്ങൾ ഒരിക്കലും സംഭവിക്കാത്ത കുറെ സ്വപ്നങ്ങളും പറഞ്ഞ് ഇങ്ങനെ നടന്നതുകൊണ്ടാണ് നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് 543 സീറ്റിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ അധപതിച്ചു പോയത്. ആ രാഷ്ട്രീയ ശൈലി കൊണ്ടാണ് നിങ്ങൾ ഇന്ന് കോൺഗ്രസിന്റെ പുറകെ പോയി ആ മുന്നണിയുടെ പേരിൽ ആ പേര് മാറ്റി പറയുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വിലപിക്കേണ്ടി വന്നത്. അജിംസ് നേരത്തെ ഒരു സൂത്രപ്പണി ഒപ്പിച്ചു ഈ ചർച്ചയ്ക്കകത്ത്. EVM. എന്റെ അജിംസെ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസ് മത്സരിച്ച് വിജയിക്കുന്ന സമയത്ത് EVM-ന് കുറ്റമൊന്നുമില്ല. കേരളത്തിൽ 2 തവണ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സമയത്ത് ഇടതുപക്ഷത്തിന് 2ാം സർക്കാർ വന്നല്ലോ. അപ്പൊ EVM-ന് അജിംസിന് പ്രശ്നം തോന്നിയില്ല. ഈ കോൺഗ്രസ് ഇതിന് തൊട്ട് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു സ്ഥലത്തും നിങ്ങൾക്ക് EVM-ന് പ്രശ്നം തോന്നിയില്ല.
BJP അവരുടെ ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ വികസനോന്മുഖമായ പ്രവർത്തനം പൊതുസമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെച്ച് വിജയിക്കുന്ന സമയത്ത് അതേ വരുന്നു EVM-ന്റെ പ്രശ്നം. എന്റെ പൊന്നു അജിംസ്, നിങ്ങൾ കാലം എത്രയായി ഈ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് BJPക്ക് നേരെ ഈ ഒളിയമ്പുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഇനിയുള്ള 30 ദിവസങ്ങളിൽ അനുദിനം നിങ്ങൾ ഈ വേട്ടയാടൽ തുടരുക. ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. ജനകീയ കോടതിയിൽ അനിൽ ബോസെ എഴുതി വെച്ചുകൊള്ളൂ, ബഹുമാനായ സമ്പത്ജി അങ്ങും എഴുതി വെച്ചോളൂ. അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ അങ്ങ് ചിരിച്ചുകൊണ്ട് മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് തോന്നുന്നില്ല ഒരു 10-50 കൊല്ലത്തേക്ക് പ്രഖ്യാപിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൃത്യമായി ജനങ്ങളോട് സംവദിക്കും. നിങ്ങൾ ജനങ്ങളോട് സംവദിക്കുക. ജനകീയ കോടതിയിലല്ലേ ആ കാര്യങ്ങൾ ഇരിക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ കണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് 7 ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 4 സീറ്റിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും 40 സീറ്റുമായി കോൺഗ്രസും 400-ൽ പരം സീറ്റുമായി ഞങ്ങളുടെ മുന്നണി കൃത്യമായിട്ട് വരും. ആ സമയത്തൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ജനങ്ങൾ സമക്ഷം വെക്കുന്നേ. നിങ്ങൾ കുറെ ചർച്ചകൾ പറഞ്ഞില്ലേ അനിൽ ബോസ്? നിങ്ങളൊക്കെ ജനങ്ങളോട് പറ, ജനങ്ങളോട് ചർച്ച ചെയ്യും. ജനങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാമല്ലോ. ഈ സമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പറയട്ടെ. പിന്നെ നിങ്ങൾ AICC സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. സുപ്രീം കോടതി മാത്രം കാര്യങ്ങൾ നിശ്ചയിക്കുന്നു, ജനാധിപത്യം തകരുന്നു. എന്റെ പൊന്നു അജിംഷേ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജനാധിപത്യം തകർന്നിട്ടില്ല. ബില്ലുകൾ പാസ്സാക്കിയ വിവരം അദ്ദേഹം പറഞ്ഞു. ആ ബില്ലുകളെ എതിർക്കാനും ബില്ലുകളെ എതിർത്ത് സംസാരിക്കാനും നിങ്ങളുടെ കയ്യിൽ ആളുകൾ പാർലമെന്റിനകത്ത് ജയിച്ചു വരാത്തത്, ജനങ്ങൾ നിങ്ങളെ ജയിപ്പിക്കാത്തത് ഞങ്ങളുടെ കുറ്റമല്ല സമ്പത്ത് സാർ. അത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അധപതനത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് ഈ സമൂഹത്തിൽ വാല്യൂ ഇല്ലാത്ത ഞാൻ പറഞ്ഞ അല്ലല്ല അജിംസെ, അത് മോശം. പറഞ്ഞു ഒപ്പിച്ചിട്ട് മറുപടി ഇല്ലാത്ത പോലെ പറയല്ലേ. പാർലമെന്റിനകത്ത് ബില്ലുകൾ പാസ്സായിട്ടുള്ളത് മൊത്തം ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെയാണ്. സംശയം പറയാം. സുപ്രീം കോടതിയുടെ തലയിലേക്ക് എല്ലാം ഇട്ടുകൊടുത്ത് ജനാധിപത്യ ധ്വംസനം നടത്തുന്നു എന്ന അജിംസിന്റെ പരാമർശം 100% തെറ്റാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തെ 10 വർഷക്കാലം ഈ BJP അതിന്റെ ഭാഗമായിട്ട് എന്റെ അജിംസെ ഞങ്ങളോട് നിങ്ങൾ ഡെവലപ്മെന്റ് ചർച്ച ചെയ്യേ. ഞാൻ എണ്ണി പറഞ്ഞു തരാം. നിങ്ങൾക്കൊക്കെ ഇത് തിരുത്തേണ്ടി വരും. ശ്രീ എസ് സമ്പത്ത്, ഇവിടെ ഈ രമ്യ ഹരിദാസ് ഉയർത്തിയ ഒരു പത്രപരസ്യത്തെ കുറിച്ച് ഇവിടെ ഉല്ലാസ് പറഞ്ഞു. 1734 കോടി ഒറ്റ ഈ പറയുന്ന മണ്ഡലത്തിൽ മാത്രം ചെലവഴിച്ചു എന്നാണ് അവർ പറയുന്നത്. എങ്കിൽ കേന്ദ്രം എത്ര മഹത്തരമായ വികസന സ്വപ്നമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്രം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന അവരുടെ തന്നെ മുദ്രാവാക്യം നടപ്പാക്കിയതിന് തെളിവാണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഈ അവകാശവാദം. പക്ഷേ അവർ MP ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച് അനുവദിക്കപ്പെട്ട 7 കോടിയിൽ 3.6 കോടി ചെലവാക്കിയിട്ടുള്ളൂ എന്ന വാർത്തകളും വരുന്നുണ്ട്. അതവരുടെ കഴിവുറവ്. ശ്രീ സമ്പത്ത്, ഞാനിപ്പോൾ ഞാനാണോ അജിംസെ, ഞാനിപ്പോൾ MP ഫണ്ടിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത്തരമൊരു കാര്യത്തെ സംബന്ധിച്ചോ ഇപ്പോൾ ഇവിടെ ഉല്ലാസ് ഉയർത്തിക്കാട്ടിയ ഈ ഒരു കാര്യം ഞാനത് വായിച്ചിട്ടില്ല, എൻ്റെ മുന്നിൽ അത് വന്നിട്ടില്ല. അപ്പോൾ കാണാത്തതായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് മാത്രം വെച്ചുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. അനിൽ ബോസ് ഉണ്ട്, കോൺഗ്രസിൻ്റെ വക്താവാണ്, അദ്ദേഹം പറയട്ടെ. ഇവിടെ ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ മന്ത്രിയാവും. ഈ 1996 11-ാം ലോക്സഭയുടെ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. 3 തവണയാണ് അന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വമടക്കം ജ്യോതി ബസു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്ന് ആവശ്യപ്പെട്ടത്. അത് എന്തുകൊണ്ടായില്ല എന്ന് വെച്ചാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ നയസമീപനങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ CPIM-ന് ഇടപെടാൻ കഴിയുന്നതിൻ്റെ ശേഷിയെ സംബന്ധിച്ച് ഉള്ള ഞങ്ങളുടെ വിലയിരുത്തൽ അത് തന്നെയാണ്. പലർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം, പക്ഷേ പാർട്ടി ആ തീരുമാനമെടുത്തു. ഇപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ ആരാ പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടുന്നതെന്ന്. നമ്മളിവിടെ ഈ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഹൗസ് ഓഫ് ദ പീപ്പിളിലേക്കാണ്, ജനങ്ങളുടെ സഭയിലേക്കാണ്. ആ സഭയിലേക്കല്ലാതെ നമ്മൾ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അല്ലല്ലോ നടത്തുന്ന ഉല്ലാസയെ. അവിടെയാണെങ്കിൽ ബൈഡൻ വേഴ്സസ് ട്രംപ് എന്നുള്ള നിലയിലേക്ക് നടത്താം. ഇനിയിപ്പോൾ BJPക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആകെ കൊണ്ടുവരാനുള്ളത് ഈ പറയുന്നത് ട്രംപിനാണ്. ട്രംപ് അവിടെ പ്രസിഡന്റ് അല്ലാത്തത് കൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. പിന്നെ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങാൻ കഴിയുന്നത് നമ്മുടെ കുറേ ഗവർണർമാരാണ്. ആ ഗവർണർമാർ കൂടി
മൈക്കും കെട്ടി വെച്ച് വണ്ടിയും കൂടി അവരും കൂടി ഇറങ്ങിയാൽ ഈ പറയുന്ന ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള BJPയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. BJP ചങ്ങാതിമാർ ചിലർ ഇതിവിടെ ഇപ്പോൾ ഉല്ലാസ് വളരെ സൗമ്യമായി അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം നല്ല ഭാഷയിലാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് ആ കാര്യത്തിൽ ആ സുഹൃത്ബന്ധം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചില ചങ്ങാതിമാർ ചില ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ അജിംസ്, ഇപ്പോൾ നമ്മളിപ്പോൾ 4 പേരും പുരുഷന്മാരാണ്, ഒരു വനിത അവതാരകയായിട്ടുള്ള അതിൽ ആങ്കർ നടത്തുകയാണ്. അങ്ങനെയുള്ള ഒരു ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു BJPയുടെ നേതാവ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾക്കാണ് ജനവിധി അനുകൂലമായത്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നിങ്ങളാരാ ചോദിക്കാനായിട്ട്, ഇങ്ങനെയൊക്കെ ഉള്ള നിലയിലേക്കുള്ള സംഭാഷണങ്ങൾ BJPയുടെ തന്നെ പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് വന്നതാണ്. ഉള്ളിലിരിപ്പ് പലരിൽ കൂടിയും പുറത്തു വരുമ്പോൾ പല രീതിയിലാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തിൽ. പിന്നെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്തു എന്നുള്ളത് ശരിയാണ്. കാരണം ഇവിടെ വല്ലാതെ BJP അസ്വസ്ഥമാക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി മുമ്പാകെ ജസ്റ്റിസ് ഭൂഷൻ്റെ വിധിന്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഐകണ്ടനുള്ള വിധിന്യായത്തിൽ ജസ്റ്റിസ് ഭൂഷൺ പറയുന്നുണ്ട്, വൺ ഓഫ് ദ പെറ്റീഷണേഴ്സ് ദ പൊളിറ്റിക്കൽ പാർട്ടി, CPMൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ലാത്തതായ പാർട്ടി ഇലക്ട്രൽ ബോണ്ട്. ആദ്യം മുതൽ ഇതിനെ എതിർക്കുകയാണ് CPIM. രണ്ടാമത്തെ കാര്യം, ഇതിന് തൊട്ട് മുമ്പ് ബിൽക്കിസ് ബാനുവിൻ്റേതായിട്ടുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും അമ്മമാർ നൊന്ത് പറ്റതാണല്ലോ. ഒരു സ്ത്രീ ആ വിധത്തിൽ, നമ്മൾ സാധാരണ അതിജീവിത എന്നല്ലെങ്കിൽ നിർഭയ എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്, അല്ലാതെ പേര് പറയരുത് എന്നുള്ളത്. ആ സ്ത്രീ തന്നെ പറയുകയാണ്, ഞാൻ ഇന്നാറ്, എൻ്റെ വ്യക്തിത്വം ഇന്നത് എന്നുള്ളത്. നീണ്ട 14 വർഷക്കാലം ആ നിയമയുദ്ധം നടത്തേണ്ടതായി വന്നു ഇല്ലേ. ആ യുദ്ധം നടത്തേണ്ടി വരുമ്പോഴേക്ക് അതിൽ സുഭാഷിണി അലി അടക്കമുള്ള നേതാക്കൾ, CPIMൻ്റെ നേതാക്കൾ വഹിച്ചൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീക്ക് ആ പോരാട്ടം അത്തരത്തിൽ നടത്താനായി കഴിഞ്ഞത്. എന്നിട്ടെന്താ, BJPയുടെ പ്രവർത്തകർ, RSSൻ്റെ പ്രവർത്തകർ, ഈ കൂട്ടബലാത്സംഗം ലോകത്തിലെ ഏറ്റവും ഹീനവും നിന്ദ്യവുമായ ഒരു കുറ്റകൃത്യമാണ്, ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അമ്മമാരായി കാണുക, ദേവതമാരെ ആരാധിക്കുക എന്ന് പറയുന്ന രാഷ്ട്രത്തിലാണ് ഇതെല്ലാം നടന്നത്. എന്നിട്ട് ആ കുറ്റവാളികളെ അവിടെ ജയിലിൽ നിന്ന്, അത് കൃത്രിമം പലതിലും നടത്തിയിട്ടാണല്ലോ, ഗവൺമെൻറ് സ്റ്റേറ്റ് സ്പോൺസേർഡ് മാനിപ്പുലേഷൻ നടത്തിയത് കൊണ്ടാണല്ലോ അവർ പുറത്തിറങ്ങി വന്നത്. അവരെ ചുവന്ന പരവതാനിയിട്ട് വിരിച്ച്, അവരെല്ലാം മുല്ലപ്പൂമാല ഹണിയിച്ച്, ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച് കൊണ്ടുവന്ന്, എന്നിട്ട് എന്തൊക്കെയാണ് അത്തരത്തിലുള്ള കുറ്റകൃത്യത്തിന് ചില ഈ വംശീയ പരിവേഷം നൽകാൻ പോലും നടത്തിയില്ലേ നിങ്ങൾ അത്തരം കാര്യത്തിൽ. ശരിയാണ്, മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ജാതിയിൽ ഗാന്ധിജിയേക്കാൾ ഉന്നതനായ ഒരാളായിരുന്നതുകൊണ്ട്, വൈശ്യരെ ബ്രാഹ്മണൻ വെടിവെച്ച് കൊന്നാൽ കുറ്റകൃത്യമല്ല എന്ന് പല ആളുകളും പറയുകയുണ്ടായി. അതുപോലെ ഇത് നടത്തിയത് പിന്നീട് സുപ്രീം കോടതി പറഞ്ഞതാണ്, ഇവരെ തിരിച്ച് ജയിലിലേക്ക് അടക്കാനായി അത്തരത്തിലുള്ളത്. ആരായിരുന്നു പോരാട്ടം നടത്തിയത്? ഡൽഹിയിൽ പലയിടങ്ങളിലും അവരുടേതായിട്ടുള്ള വീടുകൾ ഇടിച്ചു നിർത്തുന്ന സംഭവം ഉണ്ടായപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ആ ബുൾഡോസറിൻ്റെ മുന്നിലേക്ക് ചെന്നൊന്നുമില്ലേ ബൃന്ദാക്കാരായിട്ട് ആരായിരുന്നു വന്നതെന്ന് ഇത്തരം കാര്യത്തിൽ. ഇന്ത്യയുടെ നിയമനിർമ്മാണ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് കൂടി പറയണം. ഇവിടെ നിങ്ങൾ ഓർക്കുക, നിങ്ങളൊരു സംസ്ഥാനത്തെ 29 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തെ നിങ്ങൾ വെട്ടിമുറിച്ച് 2ആക്കി 28ആക്കി ചുരുക്കി ആ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ BJPക്ക് കഴിയുന്നില്ല. ഞങ്ങൾ സമാധാനം കൊണ്ടുവരികയാണ്. ഇവിടുത്തെ സമാധാനം സെമിത്തേരിയിലെ സമാധാനമോ ശ്മശാനത്തിലെ സമാധാനമോ? ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത ഒരു ഇന്ത്യ ഗവൺമെൻറ്, ഞാനത് നിർത്തട്ടെ. അവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MLA കൂടിയായിരുന്ന മുഹമ്മദ് യൂസഫ് തരിഗാമി ജീവനോടെ ഉണ്ടോ മരിച്ചുപോയോ എന്നറിയില്ല, ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുകയാണ്. ഹർജിക്കാരൻ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. ആ സീതാറാം യെച്ചൂരിക്ക് സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുക്കുകയാണ്, നിങ്ങൾ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഇന്ത്യയിൽ ഹേബിയസ് കോർപ്പസിൻ്റെ ചരിത്രത്തിൽ ഒരു പെറ്റീഷണർക്ക് ആ വിധത്തിലുള്ള ഡയറക്ഷൻ സുപ്രീം കോടതി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അല്ല എങ്കിൽ പ്രൊഡ്യൂസ് ദ ബോഡി ഡെഡ് ഓർ അലൈവ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലടക്കം ഈ രാജ്യത്തിൻ്റെ കണ്ണും കാതുമായി നിൽക്കാനായി കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നടത്തിയത്. അത്തരം പോരാട്ടങ്ങൾക്കിടയാക്കിയ രാഷ്ട്രീയ സാഹചര്യം കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ, അങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയുമോ പ്രതിപക്ഷത്തിന് എന്നുള്ള ആശങ്കയാണ് ചർച്ച പങ്കുവയ്ക്കുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ സമ്പത്ത്, ശ്രീ അനിൽ ബോസ് ഇത്രയും സംസാരിച്ചു.